ഹലോ, നമുക്കൊന്ന് തെയ്യം കണ്ടിട്ട് വന്നാലോ? എൻ്റെ അമ്മാമ്മയുടെയും അമ്മയുടെയും എൻ്റെയും ഇപ്പോൾ ഇതാ കൺമണിയുടെയും തറവാട്ടിലേക്ക്. ഇന്നലെ ഇന്നുമായിട്ട് 2 ദിവസമാണ് കേട്ടോ ഇവിടെ തെയ്യം ഉണ്ടായിരുന്നത്. അമ്മ ഈ തൊഴുന്നത് ചാമുണ്ഡി അമ്മയ്ക്കാണ്. രാവിലെ കുറച്ച് നേരത്തെ തുടങ്ങുന്നത് കൊണ്ട് തന്നെ നേരത്തെ തീരും കേട്ടോ ചാമുണ്ഡി അമ്മ. പിന്നെ കണ്ടത് ഭഗവതി അമ്മയാണ്. ഇപ്പോൾ ഇതാ ഓടി വരുന്നത് വിഷ്ണുമൂർത്തി തെയ്യം. എൻ്റെ അമ്മയുടെ തറവാടൊരു മുണ്ടി ആയതുകൊണ്ട് ഇവിടെ വിഷ്ണുമൂർത്തിയാണ് പ്രധാനമെന്ന് പറയാറുണ്ട്. പക്ഷെ നമുക്ക് വിഷ്ണുമൂർത്തി തെയ്യം ആവട്ടെ, ഭഗവതി അമ്മ ആവട്ടെ, ചാമുണ്ഡി അമ്മ ആവട്ടെ, എല്ലാവരും നമ്മുടെ സ്വന്തം ദൈവങ്ങളാണ്. ഇവിടെ നോർത്ത് മലബാറിൽ നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസത്തിലൊന്നാണ് കേട്ടോ ഈ തെയ്യങ്ങൾ. ഇത് കാണാത്ത ഒരുപാട് പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. അവരെപ്പോഴെങ്കിലും ഇതൊരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. ഞാൻ എൻ്റെ വ്ളോഗ്സിലൊക്കെ അത് പറയാറുണ്ട് കേട്ടോ. ഇവിടെ ചെണ്ടയിൽ കോല് വീണ് കഴിഞ്ഞാൽ അവിടെ ദാവൺഗിരി എനിക്കും കൺമണിക്കും ഇരുത്തം വരാറില്ല. എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തിയാൽ മതിയായിരുന്നു കേട്ടോ. ഞാൻ കൺമണിയുടെ തെയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, കൺമണിനെ പിടിച്ചാൽ കിട്ടില്ല. നമുക്ക് നാട്ടിൽ പോകാന്നുള്ള ഒറ്റ കാര്യം മാത്രമേ കൺമണിക്കുള്ളൂ. അങ്ങനെ ഈ വർഷത്തെ തെയ്യം ഇവിടെ തീരാൻ കേട്ടോ. ഇനി ഒരു വർഷം കൂടെ കാത്തിരിക്കണമെന്നുള്ള ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം ഒരു വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീണ്ട കാത്തിരിപ്പ് തന്നെയല്ലേ. കൈ നിറയെ മഞ്ഞൾപ്പൊടിയായിട്ടായിരിക്കും കേട്ടോ വീട്ടിലേക്ക് വരുന്നത്. ഇതൊക്കെ എത്ര നൊസ്റ്റാൾജിക്കാണെന്നറിയോ.